അവന്മാരത്തിരുന്ന സിനിമ ആണെന്ന് ആന്തൂരിയോടിയാ ഇന്ന് പോണ്ടേന്ന് അറിയാൻ പാളേ നിക്കടാ ഇപ്പൊ തന്നെ പോവാ. ആ വന്നല്ലോ ഇപ്പൊ തീരും. നീ ഒന്നും പറഞ്ഞ ഞാൻ വരെ വണ്ടി വിളിച്ചോളാം. എടാ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. കുറച്ച് നേരം ജോസഫിടെ കട തുറക്കണ്ടേ? നീ ഇവിടെ ഇരിക്കുവാ. ബാംഗ്ലൂർ ഡേയ്സ് ഇത് പഴയ പടമല്ലേ? നീ കണ്ടില്ലേ? ഇല്ല ആരും കണ്ടില്ലടാ. ഇപ്പൊ തീരും. കുറച്ച് നേരം ഇവിടെ ഇരിക്കി. ഇത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളുടെ വിളിച്ചത്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്കാടാ. ഇത് ഭയങ്കര വിലയാണ്. എനിക്കിത് മതി. എനിക്ക് ഈ വീൽചെയർ മതി. അത് പറ്റില്ല. അതെങ്ങനെ ശരിയാവാ? എടാ എനിക്ക് എന്താ നഷ്ടമെന്നറിയാവാ? എത്ര കസ്റ്റമേഴ്സ് വന്നാ? ഇത് ശരിയാവില്ല മണി. അഡ്വാൻസ് ഇത് ശരിയാവും മണിയെ. ഇനി ശരി. ഇത് ശരിയാവും. ഹലോ, ആ ഖാലിദല്ലേ? ഞാൻ ജോസഫാണെന്ന്. നീ ബിസിയാ? അല്ലല്ല ഈ പറയും. നീ ബാംഗ്ലൂർ ഡേയ്സ് ഉണ്ടേ? കണ്ടിക്കുന്നോന്നോ? ഞാൻ മാത്രല്ല, എൻ്റെ കുടുംബക്കാർ മുഴുവനും കണ്ടിക്കുന്നു. എടാ നമ്മുടെ മമ്മൂട്ടിയുടെ മോൻ ഒരു പെണ്ണിന്റെ വീൽ ചെയർ ഓടിക്കല്ലേ? അമ്മ അതിന് വീൽ ചെയറിനെ അറിയുവോ? എടാ പഹയ അതിൻ്റെ കടയിൽ നിന്ന് കൊണ്ടുപോയതല്ലേ? അതെ, അതിനൊരു ആവശ്യക്കാരുണ്ട്. പാവങ്ങളാ. അതിനെന്ത് വില വരും? 1.10 വരൂ. ഈ ആകുമ്പോൾ 1,00,000 ഉറുപ്പ്യ എന്നാണ്. 1.40. കുറയോ? എന്തെങ്കിലും കുറയോ? ഒരു 10 കൂടി കുറച്ച് 90 ഉറപ്പിക്കാം. 1.35. ഓക്കെ. എടാ പഹയ പാവങ്ങൾ എങ്ങനെ പിഴിയണം? ദേ ഖാലിദേ, നീ തമാശകളാ. നീ അവിടെ എന്ത് കൊടുക്കുന്നത് എനിക്കറിയാം. ഫോൺ വെച്ചിട്ട് പോ. ശരി. എടാ നീ കോൾ അടിച്ചില്ലടാ. ഭയങ്കര ഐറ്റം അത് കേട്ടോ. കയറ്റമൊക്കെ ഭയങ്കര സ്പീഡിൽ കയറിപ്പോ. 10 കിലോമീറ്റർ സ്പീഡിൽ. എടാ റെസ്റ്റ് എടുക്കാൻ പറ്റും ഇതിനകത്ത്. ബെഡ് പോലാക്കാൻ പറ്റും. എടാ അപ്പിയുടെ സെറ്റപ്പ് വേറെ. ഭയങ്കര പരിപാടിയാണ് സാധനം. എനിക്കിപ്പോഴും ആ സംശയം മാറിയിട്ടില്ല. അന്ന് എഞ്ചിനീയർ വരുമെന്ന് കള്ളം പറഞ്ഞ് എനിക്കിട്ട് പണിയുന്നത് നീ കൂടെ അറിഞ്ഞോണ്ടല്ലേടാ? ദേ ഓനച്ചാ, ഈ ചോദ്യം പലതവണയായി. ഇനി ചോദിച്ചാ പ്രായത്തിന് മൂത്താണെന്നൊന്നും ഞാൻ നോക്കില്ല. തിളച്ച പാലെടുത്ത് മോന്തൊക്കെ ഒഴിക്കും ഞാൻ. ഗുരുവായൂരപ്പനല്ലേ പാലഭിഷേകം നടത്താൻ പറ്റിയ മോന്ത. ടിങ്കുനെ കാണുന്നില്ല 2 ദിവസമായിട്ട്. കാണാതിരിക്കുമ്പോ എന്തോ പോലെ. അതോടെ പോവാൻ ഇങ്ങ് വരും. എന്ത് സുഖാലേ ബൈക്കിൽ ഇങ്ങനെ കറങ്ങി നടക്കാം. ഇവനൊക്കെ ഇങ്ങനെ ബൈക്കിൽ കറങ്ങി നടക്കാതെ വല്ല ജോലിക്കും പോയിക്കൂടെ? ഒരു ചായ. ചേട്ടാ കടുപ്പം എങ്ങനെയാ? ആയിക്കോട്ടെ. മധുരവും അതും ആയിക്കോട്ടെ. ചേട്ടാ മധുരവും കടുപ്പവും കൂട്ടിയെടുക്കട്ടെ? അല്ല മനസ്സിലാവാത്തോണ്ടാ. മോനെ മോനറിയാവുന്ന പോലൊരു ചായ എടുക്കാം. പോയി ചായ എടുത്തു കൊറ. ഹലോ,
എവിടെന്നാ? കുറച്ച് ദൂരെന്നാ. വേറെ സ്ഥലമില്ലേ? മണാലി. കണ്ണമാലി. ഞങ്ങളുടെ പാർട്ടിയോടെ ഭയങ്കര സ്ട്രെങ്ത് അല്ലേ? താൻ നോക്കിയോ, ഒരു ദിവസം ഈ സ്റ്റൗ പൊട്ടിത്തെറിക്കും. എൻ്റെ കരുന്നാ കണ്ട് പൊട്ടും. എന്ത് ചായടത്? എനിക്കിതേ അറിയൂ. ഹലോ. ആ ഞാനാ ലാലി. എന്തടാ? ഡാ ഓനച്ച, എഞ്ചിനീയർ വന്നിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറിൽ ഓഫീസിലെത്തും. പോടാ. ഡാ ഓനെ, നിന്നെ പറ്റിച്ചാൽ എനിക്ക് വിഷമമുണ്ടടാ. പക്ഷേ ഇപ്പൊ നേരിട്ടാ എഞ്ചിനീയർ വിളിച്ച് പറഞ്ഞത്. നീ വെച്ചിട്ട് പോ. എഞ്ചിനീയർ തേങ്ങ. എത്രയായി? 8. ദാ 500 ചില്ലറതാ സാറേ. ഇത് KFC ഒന്നല്ല. അതെന്താ KFC? അത് സർക്കാരിന്റെ ചിട്ടി കമ്പനിയാടാ. അത് KCB അല്ലേ? മോനച്ചാ, നീ മന്ത്രി അവിടെ ഉറപ്പ്. അതിങ്ങനെ പയ്യെ പറയണം. സാറേ ഇല്ലാത്തത് എങ്ങനെയാണ്? ഇനിയുള്ളത് 500 എങ്കിൽ കുറച്ചപ്പുറത്ത് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അവിടെ പോയി ചേഞ്ച് വാങ്ങിച്ചിട്ടാ സാറേ. മൊബൈലാണോ? ആ, ഞാൻ ഇവിടെ വെച്ചതാണ്. ഇതിവിടെ ഇരിക്കട്ടെ സാറേ. സാർ ആദ്യം പോയി ചേഞ്ച് വാങ്ങിച്ചിട്ടോ. സാറ് ബൈക്കിൽ ലോകം ചുറ്റുന്ന വലിയ ആളല്ലേ, തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് എന്താ ഒരു ഉറപ്പ്? സാറ് പോയിട്ട് വേഗം വാ സാറേ. ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. പിള്ളേരെലമ്പാണ് കേട്ടാ. ഒരു കേക്കിഞ്ഞാടാ ഒന്ന് പോടാ. ഉരിഞ്ഞുരിഞ്ഞ് തട്ടുകയാണല്ലേ, ആ തൊലിയെങ്കിലും കളയടാ. സിഗരറ്റുണ്ടോ? ഉണ്ട്. ചായക്ക് എത്രയായി? 8. ബാക്കി 992 രൂപയ്ക്ക് കിങ്സ്. ഇത്രയും കാശിന് ഇവിടെ ഇല്ല. ഉണ്ട് സാറേ, ഉണ്ട്. എടുത്തു കൊടുക്കടാ. സ്വന്തമായിട്ട് കട ഉണ്ടാക്കിയിട്ട് ദേഷ്യപ്പെട്ടാൽ മതി കേട്ടാ. ഇതുകൊണ്ട് നീ കോലുമിട്ടായി വാങ്ങിക്കഴിച്ചു. റേഷൻ കാർഡ് ഉണ്ടാകുന്നു. ഓനച്ചാ, എഞ്ചിനീയർ വന്നെന്ന്. കർത്താവ് നേരാണോ? ഉള്ളതാണ്. ഞാൻ കരുതിയ ലാലിച്ച് എനിക്കിട്ട് പണിതാണെന്ന്. ഞാൻ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ഏർപ്പാടാക്കട്ടെ. നീ എത്രയും പെട്ടെന്ന് മാത്തുക്കുട്ടിയെ സംഘത്തെ ഇവിടെ എത്തിക്കും. പിള്ളേരെ കുട്ടിയൊക്കെ വരണം. അണ്ണൻ ചെല്ല്. എടാ പറയുമ്പോലെ നീ അങ്ങോട്ടല്ലേ, ഞാനും വരട്ടെ. ദൈവമേ, കാലും വയ്യ. ഒന്നേക്കാളി ഭേദം നടക്കുന്നതായിരുന്നു. നിനക്ക് ലൈസൻസ് ഉണ്ടാടാ? സ്വന്തമായിട്ട് വീടില്ല, അവനാണ് ലൈസൻസ്. ഇതിന് പോണെങ്കിൽ 2 പേർക്ക് ഹെൽമെറ്റ് വേണമല്ലോടാ. ഹലോ, ആരാ? എന്ത് വേണം?